സോ ഹായ് ഓൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലേണിംഗ് ഫോർ എസ്എൽസി യൂട്യൂബ് ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഈ ടോപ്പ് 5, അതായത് നമ്മുടെ കെമിസ്ട്രിയിലെ ചാപ്റ്റർ ഏകദേശം 5 ആയിട്ടുള്ള, അതായത് ചാപ്റ്റർ 5 ആയിട്ടുള്ള അലോഹ സംയുക്തങ്ങൾ എന്ന ചാപ്റ്റർ അറിയില്ലേ, കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റലിലെ ടോപ്പ് 5 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പ്രീവിയസ് ഇയർ തിരഞ്ഞെടുത്തിട്ടുള്ള 5 ക്വസ്റ്റ്യൻ ആയിട്ട് ടോപ്പ് 5 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ടോപ്പ് 5 സീരീസ് ആണ്. സോ ഇനി വീഡിയോസ് ഒരുപാട് വന്നുകൊണ്ടിരിക്കും. സോ നിങ്ങളൊന്ന് ശ്രമിക്കുക. അതായത് ഡിസംബർ 5 നമ്മൾ ഓൾറെഡി ഒരു വയർലെസ് മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആൻഡ് മൈക്ക് നമ്മൾ കൈ കിട്ടിയാൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, നമ്മുടെ വോയിസ് ക്ലിയർ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് എടുക്കാം. ഒന്നാമതായിട്ട് പ്രിപ്പറേഷൻ ഓഫ് അമോണിയ ഈസ്, എന്താ പറയുക, അമോണിയയുടെ നിർമ്മാണത്തെ അറിയപ്പെടുന്ന പേരെന്താ? ഹേബർ അല്ലേ? എന്താണ് ഹേബർ? ഹേബർ പ്രക്രിയ അല്ലേ? എന്താണ് ഹേബർ പ്രക്രിയ? ഹേബർ പ്രക്രിയ അല്ലെങ്കിൽ ഹേബർ പ്രോസസ് എന്ന് പറയൂലേ? ഹേബർ പ്രോസസ് എന്ന് പറയും. ഹേബർ പ്രോസസ് അല്ലെ? ഹേബർ പ്രോസസ് അല്ലെങ്കിൽ ഹേബർ പ്രക്രിയ എന്ന് പറയും. അപ്പൊ ചോദിക്കട്ടെ സാറേ, ഇതിന്റെ നോട്ട് എവിടെ കിട്ടും? ഇതിന്റെ നോട്ട് എവിടെ കിട്ടും? അപ്പൊ ചോദിക്കുക, പേടിക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ കഴിഞ്ഞു പോയ എല്ലാ വീഡിയോയുടെയും നോട്ട് എവിടെയുണ്ട്? നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട്. അതായത് ഗെറ്റ് എ ഫ്രീ നോട്ട് എന്ന് പറഞ്ഞ വാട്സപ്പിന്റെ ഒരു ലിങ്ക് ഉണ്ട്. ക്ലിക്ക് ചെയ്താൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചാനലാണ് ഒന്ന് ഫോളോ ചെയ്താൽ കഴിഞ്ഞു പോയ എല്ലാ നോട്ടും കിട്ടും. ഇതിന്റെ നോട്ട് നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്യും. സോ നോട്ട് അപ്ലോഡ് ചെയ്തിരിക്കും, ഉറപ്പാണ് കേട്ടോ. നോട്ട് കൃത്യം ഒരു 1-2 മണിക്കൂറിനുള്ളിൽ നമ്മൾ നോട്ട് അവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫറൻസസ് ബിറ്റ്വീൻ ലിക്കർ അമോണിയ. സോ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 100% ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 100% എന്ന് വെച്ചാൽ 100% ചോദിക്കാൻ തന്നെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. 100% ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, നമ്മുടെ ഡിഫറൻസസ് ഓഫ് ലിക്കർ അമോണിയ അല്ലെങ്കിൽ ലിക്കർ അമോണിയ ആൻഡ് ലിക്വിഡ് അമോണിയ. അറിയാലോ, മറന്നു പോകണ്ട. ലിക്വിഡ് അമോണിയ ആൻഡ് ലിക്വിഡ് അമോണിയ, അതായത് ലിക്വിഡ് അമോണിയ ആൻഡ് ലിക്വിഫൈഡ് അമോണിയ. അപ്പം ലിക്വിഡ് അമോണിയയെയും ലിക്വിഫൈഡ് അമോണിയയെയും തമ്മിലുള്ള വ്യത്യാസം. അതായത് ശ്രദ്ധിച്ചോ, ഞാനിപ്പോൾ ഒരു ന്യൂ പേജ് എടുത്ത് പറഞ്ഞത്. അതായത് ആദ്യം ഇപ്പം ശ്രദ്ധിച്ചേ, ലിക്കർ അല്ലെ? എന്താണ് ലിക്കർ അല്ലെങ്കിൽ ലിക്കർ അമോണിയ? എടാ, വലിയ ആനക്കാരും ചേനക്കാരും നല്ല ലിക്കർ അമോണിയ എന്ന് പറഞ്ഞാൽ, ലിക്കർ അമോണിയ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ആകെ ഇത്രയേ ഉള്ളൂ, ഉയർന്ന എന്തുണ്ടാവും? ഉയർന്ന ഗാഢത. ഉയർന്ന ഗാഢത ഉണ്ടാവും. ഉയർന്ന ഗാഢത ഓക്കെ ആണല്ലോ. അതായത് ലിക്കർ അമോണിയക്ക് എന്തുണ്ടാവും? ഉയർന്ന ഗാഢത ഉണ്ടാവും, അല്ലെങ്കിൽ ഹൈ കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ ഉയർന്ന ഗാഢത ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ലിക്വിഫൈഡ് അമോണിയ എന്തായിരിക്കും? ലിക്വിഫൈഡ് അമോണിയ, ഇനി ലിക്വിഫൈഡ്. ഓക്കെ, ലിക്വിഫൈഡ്. ഓക്കെ, എന്താണ് ലിക്വിഫൈഡ് കേട്ടോ? ഓക്കെ, ലിക്വിഫൈഡ് അമോണിയ. ലിക്വിഫൈഡ് അമോണിയ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അതായത് നമ്മൾ ഓൾറെഡി അമോണിയ എന്താണ്? ഒരു ഗ്യാസ് ആണല്ലേ? അമോണിയ എന്താണെടാ? ഒരു ഗ്യാസ് ആണ്. ആ ഗ്യാസിനെ എന്താക്കണം നമുക്ക്? ഗ്യാസിന് അല്ലെങ്കിൽ വാതകത്തെ എന്താക്കണം? നമുക്ക് ദ്രാവകമാക്കി മാറ്റണം. വാതകത്തെ എന്താക്കി മാറ്റണം? ലിക്വിഡ് ആക്കി മാറ്റണം. ദ്രാവകമാക്കണമെങ്കിൽ ലിക്വിഡ്. ഓക്കെ, ലിക്വിഡ് ആക്കി മാറ്റണം. അതിനെ ഒരൊറ്റ ആള് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? സഹായിയായിട്ട് ചേർക്കുന്നുള്ളൂ. അവന്റെ പേരാണ് എന്താണ്? മർദ്ദം, ഉയർന്ന മർദ്ദം, അല്ലെങ്കിൽ ബൈ അപ്ലൈയിങ് പ്രസ്, അല്ലെങ്കിൽ ഉയർന്ന മർദ്ദം. എന്താണ് ഉയർന്ന മർദ്ദം? ഓക്കെ, ഉയർന്ന മർദ്ദം. ഓക്കെ, ഉയർന്ന മർദ്ദം. ഇതാണ് എന്ത്? ലിക്കർ അമോണിയ ആൻഡ് ലിക്വിഫൈഡ് അമോണിയ. ലിക്കർ അമോണിയ ആൻഡ് ലിക്വിഫൈഡ് അമോണിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ദെൻ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. സോ ശ്രദ്ധിച്ചോ, വളരെ ഈസി ആൻഡ് സിമ്പിളസ്റ്റ് വേ കൂടിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. റൈറ്റ് ദ ഡൗൺ, അതായത് ഈ ഒരു പിക്ചർ ശ്രദ്ധിക്കുക. ആൻഡ് റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ ഓഫ് റിലേറ്റഡ് വിത്ത് എ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. അതായത് അമോണിയയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട രാസസമവാക്യം, അമോണിയയുടെ നിർമ്മാണവുമായിട്ടുള്ള രാസസമവാക്യം നമ്മൾ എന്ത് ചെയ്യാനാണ്? രൂപീകരിക്കാനാണ് പറഞ്ഞത്. രാസസമവാക്യം എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? രൂപീകരിക്കാനാണ് പറഞ്ഞത്. സോ ഞാൻ എ എന്നിട്ടു. ഓക്കെ, എന്താണ്? NH4Cl എന്താണ്? NH4Cl പ്ലസ് NH4Cl പ്ലസ് പിന്നെ എന്തായിരിക്കും? CaOH. എന്തായിരിക്കും? ഓക്കെ, Ca എന്താടാ? CaOH. മറന്നു പോകണ്ട, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മറന്നു പോകണ്ട, ഇമ്പോർട്ടന്റ് ആണ്. CaOH gives, പിന്നെ നമുക്ക് എന്ത് കിട്ടും? CaCl2. എന്താടാ? CaCl2 CaCl2 and plus H2O. ഓക്കെ, CaCl2 plus H2O.
H2O എന്നാണ് കിട്ടുക. H2O. അതേമാതിരി ഒരാളോട് കിട്ടും. ആര് കിട്ടും? അമോണിയ ആരാ? NH3. ഓക്കെ, ഇതിങ്ങനെ എഴുതി പഠിക്കുക. എഴുതി തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കണം, മറന്നു പോകണ്ട. എഴുതി തന്നെ പഠിക്കണം കേട്ടോ. അതായത് NH4Cl plus CaOH2 and gives ഇട്ട് കൊടുക്കുക. and CaCl2 plus H2 and NH3. അപ്പം NH3. ഓക്കെ, എന്താണ് NH3 എന്നാൽ? അമോണിയ. ഓക്കെ, NH3 എന്ന് പറഞ്ഞാൽ അമോണിയ. ഓക്കെ, അങ്ങനെ അമോണിയ കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് CaO? സോ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, എ പ്ലസ് ലെവൽ ക്വസ്റ്റ്യൻ. CaO, ദ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. അമോണിയയിലെ പ്രിപ്പറേഷനിടയിൽ CaO എന്തിനായിട്ടാണ്? അപ്പോൾ CaO നമുക്ക് കണ്ടാൽ മനസ്സിലായി, ഡ്രൈയിങ് ഏജന്റ്. സോ ശോഷകാഹാരമാണ് CaO. മറന്നു പോകണ്ട, ശോഷകാഹാരം. അതായത് കാരണം എന്താ? നമ്മൾ ഈ ഒരു പിക്ചറിലേക്ക് ശ്രദ്ധിക്കാം. ഈ ഒരു പിക്ചറിലേക്ക് ജസ്റ്റ് നോക്കിയിടാം. അതായത് ഈ ഒരു പിക്ചറിലൂടെ ഒരു ഡ്രൈയിങ് ഏജന്റ്, അതായത് നമ്മളിപ്പോൾ വരുന്ന ഇതിലുള്ള വെള്ളത്തെ ഒന്ന് ഡ്രൈ ആക്കി നമ്മൾ കുട്ടപ്പനാക്കി എടുക്കാൻ എന്ത് ചെയ്യും? അവിടെ ഡ്രൈയിങ് ഏജന്റ് വേണ്ടേ? നമ്മളിപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തല തോർത്താൻ എന്താ മുണ്ട് ഉപയോഗിക്കില്ല. അപ്പോൾ നമ്മൾ തലയുള്ള വെള്ളത്തെ അതെന്താക്കും? വലിച്ചെടുക്കുകയാണല്ലോ ചെയ്യുക. സെയിം കോൺസെപ്റ്റ് ആണ് കേട്ടോ ഇവിടെ. CaO എന്താണ്? നിർജ്ജലീകരിക്കും. നമ്മൾ തോർത്താൽ മതി, നമ്മൾ കുളിച്ച് കഴിഞ്ഞ് തല തോർത്താൽ മതി. ദെൻ വൈ ദ ഗ്ലാസ് ജാർ വാസ് കളക്ടിങ് അമോണിയ ദ കെപ്റ്റ് ഇൻവേർട്ടഡ് പൊസിഷൻ. അതായത് അമോണിയയുടെ നിർമ്മാണത്തിൽ ഗ്ലാസ് ജാർ കമഴ്ത്തി വെക്കുന്നത് എന്തിനാണ്? അതായത് ഗ്ലാസ് ജാർ ഉണ്ടല്ലോ, ഇങ്ങനെ കമഴ്ത്തിയാണ് വെച്ചത്. അതായത് കാരണം എന്താ? അതായത് ഒന്നുമില്ല, നമ്മൾ എന്താ, അമോണിയക്ക് സാന്ദ്രത കുറവാണ്. ഡെൻസിറ്റി ഓഫ് അമോണിയ ഈസ് വെരി ലോ. അത്ര എഴുതിയാൽ മതി. അമോണിയയുടെ സാന്ദ്രത വളരെയധികം കുറവാണ്. ദെൻ നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് എന്താണ്? വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ സൾഫ്യൂരിക് നിർമ്മിക്കുന്നതിനെ എന്ന് പറയുന്നു. അതായത് ദ ഇൻ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് നോൺ ആസ് എന്താണ്? കോൺടാക്ട് പ്രോസസ് അല്ലെങ്കിൽ സമ്പർക്ക പ്രക്രിയ. ഇനി ഈ പ്രവർത്തനത്തെ ഉപയോഗിച്ച് ഉൾപ്രേരകം, ഇതിലെ ഉൾപ്രേരകം ഏതാണ്? അത് ചോദിച്ച ഉൾപ്രേരകം അവിടെ ഒന്നുമില്ല. അതായത് V2O5 അറിയെങ്കിൽ കമന്റ് ചെയ്യുക. ചോദിക്കട്ടെ, ഒറ്റൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തരാമാണ്. അതായത് നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കണം. അതായത് ഇതിന്റെ ഒരു ഹോംവർക്ക് തരാമാണ്. ഇത് എന്ന് പറയാം, ഇത് V2OH. ഈ കാണുന്ന V2O5 എന്നാൽ എന്താണ്? ഇതിന്റെ പേരെന്താണ്? ഇതിന്റെ ഫുൾ പേരെന്താണ്? ജസ്റ്റ് കമന്റ് ചെയ്യുക. അതായത് നമ്മുടെ H2 എന്ന് പറയുന്നത് ഹൈഡ്രോക്സൈഡ് അല്ലെ, H2O എന്ന് പറഞ്ഞ വെള്ളമാണല്ലോ, അതേമാതിരി തന്നെ H എന്ന് പറഞ്ഞത് ഹൈഡ്രജൻ. അതേമാതിരി V2O5ന്റെ പേര് ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സോ കമന്റ് ചെയ്യാൻ അവിടെ എഴുതാം കമന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് എന്താ അടുത്ത പറഞ്ഞിട്ടുള്ളത്? ഒരു ഗ്ലാസ്സിൽ അല്പം പഞ്ചസാര എടുത്ത് അതിലെ H2SO4. വാട്ട് ഈസ് H2SO4? കിങ് ഓഫ് അല്ലെങ്കിൽ കിങ് ഓഫ് ആസിഡ്. അപ്പൊ H2SO4 ചേർക്കുക. ഈ പ്രവർത്തനത്തെ ആസിഡിന്റെ എന്ത് ഗുണമാണ് പ്രദർശിപ്പിക്കുന്നത്? സോ ടേക്ക് some sugar which was glass, a few drops concentrated sulfuric acid into it, which a chemical property of sulfuric acid is shown here. അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ ഒന്നും സംഭവിക്കില്ല, അത്ര സംഭവിക്കൂ. ഡ്രൈയിങ് നാച്ചർ, നിർജ്ജലീകരണം. കാരണം എന്താ? അതായത് ഈ പഞ്ചസാരയിലുള്ള വാട്ടർ മോളിക്യൂൾസ് എന്താക്കും? വലിച്ചെടുക്കും. ആ H2SO4 അതാണ് നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റിംഗ് നാച്ചർ. സോ ഫൈനൽ ടോപ്പ് 5ലെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഐഡന്റിഫൈ AB ആൻഡ് C ഫോം ഇക്വിലിബ്രിയം. എന്താ? നമ്മുടെ സന്തുലനം അല്ലെ? അത് പറഞ്ഞതാ. ഈ ഒരു ഗ്രാഫിൽ നിന്നും A എന്താണ്, B എന്താണ്, C എന്താണ് നമ്മളോട് എന്നിവ കണ്ടെത്താൻ പറഞ്ഞത്. ഇക്വിലിബ്രിയം നോക്കാം. ഓക്കെ, അപ്പൊ നോക്കാം നമുക്ക്. അതായത് നമ്മൾ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ഗ്രാഫിൽ A എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യെസ്, ഫോർവേഡ് റിയാക്ഷൻ. കാരണം എന്താ? പുരോപ്രവർത്തനമാണ്. കാരണം എന്താ? ഇങ്ങനെ പോവുക, ഇങ്ങനെ മുകളിലോട്ട് പുരോപ്രവർത്തനം. അപ്പോ B എന്തായിരിക്കും? B ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നാണ്. B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? B എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ. കാരണം എന്താ? പാശ്ചാത്യ പ്രവർത്തനം. B എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പാശ്ചാത്യ പ്രവർത്തനം. ഈ സെന്ററിൽ കൂട്ടിമുട്ടുന്ന ഈ C എന്നത് എന്തായിരിക്കും? സന്തുലനം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം. ഓക്കെ, സോറി, ഇക്വിലിബ്രിയം ഗ്രാഫ് ആണ് കേട്ടോ. ഇക്വിലിബ്രിയം. സോ ഓക്കെ, സന്തുലനാവസ്ഥയാണ്. ഇക്വിലിബ്രിയം. ഓക്കെ, മറന്നു പോകണ്ട. ഇക്വിലിബ്രിയം. C എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം ആണ്. സോ ഇതാണ് എന്ത്? നമ്മുടെ ടോപ്പ്
5 ക്വസ്റ്റ്യൻ എന്ന് പറയാം. ടോപ്പ് 5 ക്വസ്റ്റ്യൻ ആണ് ട്ടോ നമ്മൾ ഇന്നിവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ടോപ്പ് 5 ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മുടെ ഈ ഒരു കോമ്പൗണ്ട്സ് ഓഫ് മെറ്റലിലെ ടോപ്പ് 5 ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പാർട്ട് നമുക്ക് വീണ്ടും വരും. ശരി, അടുത്തത് മിക്കവാറും എന്തായിരിക്കും? ഫിസിക്സ് ആയിരിക്കും. അടുത്തത് എന്തായിരിക്കും? ഫിസിക്സ് ആയിരിക്കും. മിക്കവാറും ഫിസിക്സിലെ ചാപ്റ്റർ 5 5ഓ 4ഓ ആയിരിക്കും. ചാപ്റ്റർ 4 ആവാനാണ് സാധ്യത കൂടുതൽ. ചാപ്റ്റർ 4ഓ 5ഓ ആയിരിക്കും എന്ത് ചെയ്യുക, ഉടനെ നമുക്ക് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും. സോ ഇതാണ് നമ്മുടെ ടോപ്പ് 5 ക്വസ്റ്റ്യൻ. ടോപ്പ് 5 എന്നാണ് നമ്മുടെ സീരീസിന്റെ പേര്, ടോപ്പ് 5 ആണ്. സോ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉറപ്പായും തന്നെ വീണ്ടും കണ്ടുമുട്ടണം. അതുവരേക്കും ബൈ, താങ്ക് യു. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഡോണ്ട് ഫോർഗെറ്റ് സബ്സ്ക്രൈബ് ആൻഡ് മൈ ചാനൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ടു പ്രൊമോട്ട് യുവർ ഫ്രണ്ട്സ്. ഓക്കെ, താങ്ക് യു.